ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വൈഫേഴ്സ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടം പറത്തലാണ് കേട്ടോ. പട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടത്തിൻ്റെ ABCD അറിയത്തില്ല, എന്നിരുന്നാലും രണ്ടുപേർക്കും പട്ടം വേണമെന്ന് കുറച്ച് നാൾ കൊണ്ടേ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അത്തായൊക്കെ വിളിച്ച് രണ്ടുപേരുടെ റോഡിൽ പട്ടം പറത്താൻ പോയി. അങ്ങനെ അത്തായൊക്കെ സത്യം പറഞ്ഞാൽ നല്ല എൻജോയ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് ഞാൻ. കാരണം നേരത്തെ വീടൊക്കെ വിറപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ കൊച്ചുമക്കളുടെ കൂടെ കുഞ്ഞു മക്കളുടെ കൂട്ടി കളിയാണ് കേട്ടോ. ലാസ്റ്റ് ടയേർഡായി അത്ത അങ്ങനെ പട്ടമൊക്കെ കുഞ്ഞുങ്ങളുടെ കൈ കൊടുത്തു. ഇനി ഇവർ രണ്ടുപേരുടെ പട്ടം പറത്തിക്കൊണ്ടൊക്കെ ഇരിക്കണം. പക്ഷെ ആദ്യമൊക്കെ നല്ല ഫ്ലോപ്പായി പോയി. എത്ര ഫ്ലോപ്പായാലും നമ്മളെങ്ങനെയും പറത്തുമെന്ന് രണ്ടുപേരും എന്തോ നല്ല പോലെ നിശ്ചയിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പറത്തി പട്ടം എന്തോലും ഒരു പരിവായി. അങ്ങനെ അൽഹാൻ ഓടുന്നു, പട്ടം പിടിക്കുന്നു, നൂല് പൊട്ടിപ്പോകുന്നു, നൂല് കാലിൽ കുരുങ്ങുന്നു, അങ്ങനെയുള്ള പല ഇഷ്യൂസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും അവർ തോറ്റു കൊടുക്കാൻ റെഡിയല്ല. ഓടി ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കട്ട് ചെയ്തിട്ട വീഡിയോസാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിതൊക്കെ ഓടി ഒരുപാട് ക്ഷീണിച്ച കേട്ടോ. ഒത്തിരി ഉണ്ടായിരുന്നു വീഡിയോസ്. പിന്നെ ഒരുപാട് അപ്ലോഡ് ചെയ്യാനുള്ള ഇഷ്യൂസൊക്കെ കാരണം ഞാൻ ഒരുപാടൊക്കെ കട്ട് ചെയ്ത് ട്രിം ചെയ്തൊക്കെ എടുത്ത കേട്ടോ. അങ്ങനെ ഐഫക്കുട്ടൻ ഇങ്ങനെ ഓടി, പക്ഷെ എല്ലാം ഫ്ലോപ്പാവുക, വമ്പൻ ഫ്ലോപ്പുകളാവുക. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പിടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഐഫക്കുട്ടനോട് ഓടാൻ പറഞ്ഞു. പക്ഷേ അതൊന്ന് നല്ല ട്രാക്കിൽ തന്നെ ആയിരുന്നു കേട്ടോ. അത് നല്ല പോലെ തന്നെ അവർക്ക് ഓടിക്കാൻ പറ്റി. അപ്പം ഭയങ്കര സന്തോഷമായി. തിരിച്ചു അങ്ങനെ തന്നെ അത്യാവശ്യം നൂല് ഒരുപാട് ഗ്യാപ്പ് ഇടാതെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് പിടിച്ചു. അപ്പം കുഴപ്പമില്ല, ഒരുവിധമൊക്കെ നന്നായിട്ട് അത് പറക്കാൻ പറ്റി. അപ്പോൾ ഐഫക്കുട്ടൻ നല്ല ഹാപ്പി മൂഡായി കേട്ടോ. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ്. എനിക്കും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, ഇവരും ആദ്യമായിട്ടാണ്. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഓടിക്കാനുള്ളൊരു പട്ടം പറത്താനുള്ളൊരു പ്ലാനിങ്ങിലൊക്കെയാണ്. അങ്ങനെ അൽഹാൻ്റെ കൈ കൊടുത്തു. പക്ഷെ അൽഹാൻ ഒക്കെ ഓടിച്ചിട്ടൊന്നും സെറ്റായില്ല. പിന്നെ ഇത് ലാസ്റ്റ് അൽഹാൻ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തട്ടുക. ലാസ്റ്റ് അവനും ഒന്ന് ട്രാക്കിലായി. പക്ഷേ അപ്പോഴത്തേക്കിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പിലൊക്കെ തട്ടിയും മാവി തട്ടി, ലൈൻ കമ്പിൽ തട്ടി, അതും ഒരു ഫ്ലോപ്പായി. പക്ഷേ അൽഹാൻ നല്ലപോലെ ഓടിക്കാനൊന്നും പറ്റില്ല. അതിന് മുന്നേ ഇവനിങ്ങനെ നൂല് കുറേ ഡിസ്റ്റൻസ് ഇട്ട് പിടിച്ച് എന്ത് ചെയ്തു, പട്ട എവിടെയെങ്കിലും ഒക്കെ അങ്ങ് തട്ടി നിൽക്കുമായിരുന്നു. അങ്ങനെ രണ്ടുപേരും നല്ല എൻജോയ്മെൻറ്റിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒക്കെ കാണാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ടൊക്കെ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം സ്കിപ്പ് ചെയ്യാതൊക്കെ കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കണ്ടാലോ. അങ്ങനെ ഫൈനലി നമ്മുടെ മക്കൾ പട്ടമൊക്കെ പറത്താൻ ഏകദേശമൊക്കെ ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെ പിടിക്കണം, എങ്ങനെ ഓടണം എന്നൊക്കെ ഏകദേശം ഒരു പിക്ചറൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഫ്ലൈ ചെയ്യിക്കാനുള്ള. പക്ഷേ അതിനുള്ളൊരു സ്പേസ് ഇവിടെ കിട്ടുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇത് ഗ്രൗണ്ടിലും മറ്റു നല്ല തുറസായ സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് ഫ്ലൈ ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നാലും കുഞ്ഞുങ്ങളുടെ സന്തോഷമെന്ന് വിചാരിച്ച് കുറച്ച് നേരം കളിക്കട്ടെന്ന് വിചാരിച്ച് നമ്മൾ ഇറക്കി വിട്ടു. അങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഏകദേശം നമ്മൾ വൈൻഡപ്പ് ചെയ്യാറൊക്കെ ആയി വീഡിയോ ഒക്കെ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് വൈൻഡപ്പിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പോകണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് അൽഹാനാണ് ലാസ്റ്റായിട്ട് പട്ടം പറത്തുന്നത്. അതെന്ന് പറഞ്ഞാൽ വൺ ഫ്ലോപ്പായി. ഇതുണ്ട് അവിടെ ഒരു മാവുണ്ട്, ഇപ്പം അതിൻ്റെ മണ്ടയിൽ അത് കുടുങ്ങി. അങ്ങനെ ഇത് എടുക്കാൻ വളരെ പ്രയാസപ്പെട്ടാണ് അത് എടുത്തത്. അപ്പോഴത്തേക്കും നമ്മളെ വീഡിയോയും വൈൻഡപ്പ് ആവണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം ടാറ്റാ.